തിരുവനന്തപുരം പേട്ടയിൽ കാണാതായി മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തിയ 2 വയസ്സുകാരി മേരിയുടെ DNA പരിശോധന നടത്തും. സാമ്പിളുകൾ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. കുട്ടിയുടെ ഒപ്പമുള്ളത് യഥാർത്ഥ മാതാപിതാക്കളാണോ എന്നുറപ്പിക്കുകയാണ് ലക്ഷ്യം. അന്വേഷണം കഴിയുന്നതുവരെ തിരുവനന്തപുരത്ത് തന്നെ തുടരാൻ ബന്ധുക്കൾക്ക് നിർദ്ദേശം നൽകി. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുട്ടിയിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. പ്രതീഷ്, എന്തുകൊണ്ടാണ് പോലീസിന് ഇങ്ങനെ ഒരു സംശയം? വേണു, ഇന്നലെ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ നിന്ന് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ DNA സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. പ്രധാനമായും ഈ കുട്ടിയുടെ ഒപ്പമുള്ളത് യഥാർത്ഥ മാതാപിതാക്കളാണോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. തട്ടിക്കൊണ്ട് പോയി എന്നുള്ള മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പല സാധ്യതകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് ഈ കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ച വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കുട്ടിയെ DNA പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഈ സാമ്പിളുകൾ പോലീസിന്റെ ഫോറൻസിക് ലാബിലേക്ക് ഇതിനോടകം തന്നെ അയച്ചിട്ടുണ്ട്. ഈ പരിശോധന ഫലം വരാൻ ഒരാഴ്ച എടുക്കും. അതുകൊണ്ട് തന്നെ അത്രയും ദിവസം ഈ കുടുംബാംഗങ്ങൾ തലസ്ഥാനത്ത് തന്നെ തുടരണമെന്ന ഒരു നിർദ്ദേശമാണ് നിലവിൽ പോലീസ് നൽകിയിരിക്കുന്നത്. CWC സംരക്ഷണയിലാണ് കുട്ടിയുള്ളത്. സഹോദരങ്ങളും നിലവിൽ CWCയുടെ കീഴിലാണുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ തനിച്ച് CWCയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ വലിയ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അമ്മയ്ക്കൊപ്പം കുഞ്ഞിനെ വിടണമെന്ന നിർദ്ദേശം, അല്ലെങ്കിൽ കുഞ്ഞിനൊപ്പം അമ്മയെയും നിർത്തണമെന്നൊരു ആവശ്യമാണ് ബന്ധുക്കൾ അറിയിച്ചത്. പക്ഷേ ഇത് മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇത് അനുവദിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ കുട്ടിയെ കാണാൻ ബന്ധുക്കൾക്ക് സമയം അനുവദിക്കുമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംരക്ഷണം CWCക്ക് കൈമാറിയിരിക്കുന്നത്. ഇന്നലെ കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള ഒരു ശ്രമം നടന്നെങ്കിലും അത് ഫലം കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ കുട്ടിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ തേടാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പോലീസിന് ചില ആളുകളെ സംശയമുണ്ട്. ഈ ഫോട്ടോകൾ ഉൾപ്പെടെ കുട്ടിയെ കാണിച്ചുകൊണ്ടായിരിക്കും വിശദമായ മൊഴി കുട്ടിയിൽ നിന്ന് രേഖപ്പെടുത്തുന്നത്. പോലീസിന് മുന്നിലുള്ള ഏക പ്രതീക്ഷയും ഇനി കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നതാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ബാക്കി മറ്റ് സാധ്യതകളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചെങ്കിലും ഈ സംശയം ദൂരീകരിക്കുന്ന യാതൊരു തെളിവുകളും ഇനിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കുട്ടിയെ ഒരാഴ്ച കൂടി തലസ്ഥാനത്ത് തുടരാൻ നിർദ്ദേശം നൽകിയതും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായും ഇപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതും. വേണു, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.